പലപ്പോഴും മാനസിക രോഗങ്ങളിൽ നമ്മൾ ഏറ്റവും പുച്ഛിച്ചു തള്ളുന്നതും കളിയാക്കി വിടുന്നതുമായ ഒരു രോഗമാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. നമ്മൾ കാണുന്നവരിൽ പലർക്കും തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാറുമുണ്ട്. എന്നാൽ ഇതുകൂടാതെ ഒരു ഭയാനകമായതും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ വളരെയധികം ബാധിക്കാവുന്നതുമായ തരത്തിൽ ഈ രോഗം മാറാറുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ചിന്ത തന്നെയാണ്. ഒരു മനുഷ്യനെ കൊണ്ട് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ചിന്തകൾ വന്നു പോവുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ്. 40 പേരിൽ ഒരാൾക്കെങ്കിലും OCD ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ നമ്മളിൽ പലർക്കും തന്നെ ചെറിയ തോതിലെങ്കിലും OCD ബാധിക്കാറുണ്ടെങ്കിലും അതൊരു രോഗമായി ഡയഗ്നോസ് ചെയ്യാതെ പോകുന്നു. ഇനി കാര്യത്തിലേക്ക് കടക്കാം. പലരുടെയും തെറ്റിദ്ധാരണ അമിതമായി കൈ കഴുകുന്നവരും അമിതമായി ചിട്ട നോക്കുന്നവരും മാത്രമാണ് OCD കാറ്റഗറിയിൽ പെടുന്നതെന്നാണ്. എന്നാൽ OCDയിലെ ഒബ്സഷൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന ചിന്തകൾ, രൂപങ്ങൾ, പ്രവൃത്തികൾ മുതലായവയാണ്. കമ്പൾഷൻ എന്ന് പറയുമ്പോൾ അതൊരു ബിഹേവിയറാണ്. ആ ഉത്കണ്ഠയെ ചെറുത്തു നിർത്താൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന മാർഗങ്ങൾ. ഇനി ഒബ്സഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് സില്ലിയായി തോന്നുന്ന ഒബ്സഷൻസ് OCD രോഗികളിൽ വളരെ യാഥാർത്ഥ്യമായി തോന്നുന്ന ചിന്തകളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനപ്പെടുത്തലിലൂടെ ഒരിക്കലും ഇതിനെ മറികടക്കാൻ എളുപ്പമല്ല. എന്നാൽ മനസ്സിൻ്റെ ഏതോ കോണുകളിൽ ഈ ചിന്തകൾ അതിരു കടക്കുന്നില്ലേ എന്നൊരു തോന്നലും ആ രോഗികൾക്ക് തന്നെ കാണാം. അമിതമായ സംശയം, കുറ്റബോധവും യാഥാർത്ഥ്യമല്ലാത്ത വിശ്വാസങ്ങളും ഇവരിൽ കണ്ടുവരാറുണ്ട്. ഒബ്സഷൻ ചിലപ്പോൾ ഒരു വിഷയത്തിലാകാം, അതുമല്ലെങ്കിൽ പല വിഷയത്തിലുമാകാം. ഇനി നമുക്ക് പലതരത്തിലുള്ള ഒബ്സഷനെ ഒന്ന് ചെറുതായി പരിചയപ്പെടാം. നമുക്കാരോ ദോഷം വരുത്തും, അല്ലെങ്കിൽ ഉപദ്രവമുണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും ഉപദ്രവിക്കും എന്നുള്ള ചിന്തകൾ, ലൈംഗികപരമായ ഒബ്സഷനുകൾ, അണുക്കൾ നമ്മുടെ ദേഹത്ത് കയറുമെന്നും ദൈവത്തെ നമ്മൾ ചീത്ത വിളിക്കുന്നതായും തോന്നുക, അല്ലെങ്കിൽ നമ്മൾ മതനിന്ദ ചെയ്യുന്നു എന്ന് അമിതമായി തോന്നൽ തുടങ്ങി 1000-ൽ പരം ഒബ്സഷൻ കണ്ടുവരാറുണ്ട്. ഇതിൽ ചിലതൊക്കെ വളരെ ഭയാനകമായിട്ടുള്ളതുമാണ്. ഇനി ഇതിനെയൊക്കെ ചെറുത്തു നിർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ പറയുകയാണെങ്കിൽ ഓരോ സ്ഥലം, സാഹചര്യം, മനുഷ്യർ തുടങ്ങി കുറേയേറെ കാര്യങ്ങളെ തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. അമിതമായി കൈ കഴുകുക, കുളിക്കുക, അണുനാശിനികളുടെയും സോപ്പും മുതലായവയുടെയും അമിത ഉപയോഗം, ആശുപത്രി രോഗികളെ കാണുന്നത് ഒഴിവാക്കുക, അമിതമായി പ്രാർത്ഥിക്കുക. ഇതുകൂടാതെ പലതരത്തിലും കമ്പൾഷൻസ് കണ്ടുവരാറുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയി തന്നെ വിവിധ സെക്ഷനിൽ പറയുന്നതാണ്. OCDയും സ്കിസോഫ്രീനിയയും പലപ്പോഴും മാറിപ്പോകാറുണ്ട്. കാരണം ഒരു OCD രോഗിയിൽ കാണുന്ന ഒരു ചിന്തയും മറ്റൊരു OCD രോഗിയിൽ കണ്ടോളണമെന്നില്ല. അതുപോലെ തന്നെ ഒരു OCD രോഗിയിൽ പല സമയത്ത് പല രീതിയിലുള്ള ചിന്തകളാവാം അവരെ ബാധിക്കുന്നത്. ഇനി OCDയുള്ള ആളുകളുടെ ബ്രെയിൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ കുറവ് അല്ലെങ്കിൽ ക്രമക്കേട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ SRIs അഥവാ സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ഉപയോഗിച്ച് ഈ രോഗത്തെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. 40 തൊട്ട് 60% OCD കേസസിലും ഇത് സക്സസ്ഫുൾ ആവാറുണ്ട്. എന്നാൽ SRIസിനോട് പ്രതികരിക്കാതെ വരികയാണെങ്കിൽ ഡോപാമിനർജിക് കാറ്റഗറിയിലുള്ള ഡ്രഗ്സും ഇതിന് ഉപയോഗിക്കുന്നു. സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രിക്കേഴ്സറാണ് ട്രിപ്റ്റോഫാൻ. അതുകൊണ്ട് തന്നെ ട്രിപ്റ്റോഫാൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നതും ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. OCDയെക്കുറിച്ച് ചെറിയൊരു ആമുഖം തന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്താവുന്നതാണ്. OCDയെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതിനായി മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ കാത്തിരിക്കുക. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.